നമസ്കാരം. തനുസ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം 2020 നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. എക്സാം അടുത്തുന്ന സാഹചര്യത്തിൽ നമുക്കത് വളരെ പ്രയോജനമായിരിക്കും. നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് വൺ, രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ്? എവിടെ മുതൽ എവിടെ വരെയാണ്? രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി തേജസ് സർവീസ് അല്ലേ, സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ആൻസർ എന്താണ്? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ്. ലക്നൗ മുതൽ ന്യൂഡൽഹി വരെയാണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാത്തത് ആർക്കാണ്? ലഭിക്കാത്തത് ഇവിടെ ആർക്കായിരുന്നു? അപ്പം ലഭിച്ചവരെ നോക്കാം. ലഭിക്കാത്തത് ആർക്കായിരുന്നു? ഇദ്ദേഹമാണ്, ജെയിംസ് പീപ്പിൾസ് ആണ് അല്ലേ. 19 ലഭിച്ചത് ആർക്കൊക്കെയാണ്? എസ്തർ ദുഫ്ലോ, അഭിജിത്തിനും മൈക്കലിനും അല്ലേ. 19 ചോദിക്കാൻ ചാൻസ് ഇല്ല, നമുക്കത് എത്ര നോക്കേണ്ട കാര്യമില്ല. സോ നെക്സ്റ്റിലേക്ക് പോകാം. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം എന്താണ് വന്നത്? ആൻസർ 2020 ജനുവരി 1. 2020 ജനുവരി 1. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് 2020 ജനുവരി 1. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധനം വന്ന എന്നാണ്? നിരോധനം വന്ന എന്നാണ്? 20 ജനുവരി 1. 2020 ജനുവരി 1 ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം വന്നത് അല്ലേ. നെക്സ്റ്റ് വൺ, ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനമാണ്? ഛത്തീസ്ഗഡാണ്. സ്റ്റീൽ പ്ലാന്റ് അല്ലേ, ഛത്തീസ്ഗഡ്. ഭിലായ് ഛത്തീസ്ഗഡാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡാണ്. അടുത്തത് നോക്കാം. നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? എണ്ണം? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം. നിലവിൽ എത്ര എണ്ണമുണ്ട്? 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ അങ്ങനെയൊക്കെ വരും. ലഡാക്ക്, ജമ്മു കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ് അങ്ങനെ പോകുന്നു അല്ലേ. നെക്സ്റ്റ് വൺ നോക്കാം. 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായികതാരം. 2020 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായികതാരം ആരാണ്? ഇന്ത്യൻ കായികതാരം ആരാണ്? ഇന്ത്യൻ കായികതാരം? ആൻസർ നോക്കാം. സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ. എന്താണ്? ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് നേടിയതാണ് 2020 അല്ലേ. 2020 സച്ചിൻ ടെണ്ടുൽക്കർ. 2020 ലോറസ് വേൾഡ് സ്പോർട്സ് നേടിയത് ആർക്കാണ്? സച്ചിൻ ടെണ്ടുൽക്കർക്കാണ്. നെക്സ്റ്റ് വൺ, ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഏത് നഗരമാണ്? അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം ഏതാണ്? അമരാവതിയാണ്. നെക്സ്റ്റ്, COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഇതിൻ്റെയാണ് ഹ്യൂബേ. ഏതാണ്? ഹ്യൂബേ ആണ് ആൻസർ. ഹ്യൂബേ. വുഹാൻ നഗരം ഹ്യൂബേയുടെ തലസ്ഥാനമാണ്. വുഹാൻ നഗരം ഹ്യൂബേയുടെ തലസ്ഥാനമാണ്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരായിരുന്നു? സന്നാ മരിൻ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ്? സന്നാ മരിൻ. ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? ആരുടെ സ്മരണയ്ക്കാണ് ക്രാന്തി മന്ദിർ? ആർക്കാണ്? സുഭാഷ് ചന്ദ്രബോസ് അല്ലേ. അദ്ദേഹം നേരത്തെ ഏജിലെ മരിച്ചിട്ടുണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ്. ആരുടെ സ്മരണയ്ക്കാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് വൺ, 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 19 പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇവിടെ? ആനന്ദ് അല്ലേ. ആനന്ദാണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇനി ഇതിൻ്റെ കറണ്ട് അഫെയർ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര്. 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര് എന്താണ്? എന്തായിരുന്നു പേര്? ഗഗൻയാൻ. എന്താണ് പേര്? ഗഗൻയാൻ ഇല്ലേ. ഗഗൻഗിരി. ഇപ്പോഴത്തെ കറണ്ട് അഫെയറിലൊക്കെ വരുന്നുണ്ട് ഗഗൻയാൻ. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മിസോറം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആരാണ്? വക്കം പുരുഷോത്തമൻ, കുമ്മനം രാജശേഖരൻ, ശ്രീധരൻ പിള്ള, ജി കാർത്തികേയൻ. മിസോറം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആരാണ്? ആരാണത്? ജി കാർത്തികേയൻ.
ജി കാർത്തികേയൻ. നെക്സ്റ്റ്, ഡൽഹിയിൽ 3-ാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം. ഡൽഹിയിൽ 3-ാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 62 സീറ്റാണ് കിട്ടിയേക്കുന്നത്. 62 സീറ്റായിരുന്നു. നെക്സ്റ്റ്, 19 മെയ് 30-ന് അധികാരമേറ്റ നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? 19 ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ അല്ലേ. ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയൊക്കെ മാറുന്നു നോക്ക്. അപ്പോൾ ഈ എക്സാമിൽ വിഷയം കാണുമെന്ന് ഡൗട്ടുണ്ട്. നെക്സ്റ്റ്, 19 നവംബർ 3-ലെ 16-ാമത് ഇന്ത്യ ആസിയൻ ഉച്ചകോടി ഏത് നഗരത്തിലാണ് നടന്നത്? 19 നവംബർ 3-ലെ 16-ാമത് ഇന്ത്യ ആസിയൻ ഉച്ചകോടി 16-ാമത് ഇന്ത്യ ആസിയൻ ഉച്ചകോടി നടന്ന എവിടെയാണ്? ബാങ്കോക്കിലാണ്. ബാങ്കോക്കാണ് 16-ാമത് ഇന്ത്യ ആസിയൻ ഉച്ചകോടി ബാങ്കോക്ക്. 16-ാമത് ഇന്ത്യ ആസിയൻ ഉച്ചകോടി ബാങ്കോക്കാണ്. നെക്സ്റ്റ് നോക്കാം. നിലവിലെ ലോക്സഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് 16 സമയത്താണ്. ആൻസർ എന്താണ് വരിക? ഔദ്യോഗിക അവിടെ സമയത്ത് എന്തിലായിരുന്നു? നേതാവില്ല. ഓക്കെ, അതായിരുന്നു അതിന് ആൻസർ. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ ജലപാത 3 അല്ലേ. ജലപാത 3 ദേശീയ ജലപാത 3 കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത 3 കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം. കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതാണ്? 2019 നവംബർ 29. 2019 നവംബർ 29-നാണ് കേരള ബാങ്ക്. 2019 നവംബർ 29-നാണ് കേരള ബാങ്ക് നിലവിൽ വന്നത്. നെക്സ്റ്റ്, 2020 വർഷം UN ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്? 2020 വർഷം എന്ന് പറയുന്നത് UN ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്? ചോദ്യം: തദ്ദേശ ഭാഷകൾ, സുസ്ഥിര ടൂറിസം വികസനം, പയറുവർഗ്ഗങ്ങൾ, അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷം. 2020 ഏത് വർഷമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷം. അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷം. ഇനി, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം ഏതാണ്? കരാതിർത്തി പങ്കിടാത്ത രാജ്യം ഏതാണ്? ശ്രീലങ്ക, പാകിസ്ഥാൻ, ചൈനയുണ്ട്, ബംഗ്ലാദേശുണ്ട്. ഓർക്കുക, ഏതാണ് ആൻസർ? ശ്രീലങ്കയാണ്. കരാതിർത്തി പങ്കിടാത്ത രാജ്യം ഏതാണ്? ശ്രീലങ്കയിലെ. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഒഴുകാത്ത നദി ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഒഴുകാത്ത നദി ഏതാണ്? ഒഴുകാത്ത നദി ഏതാണ്? പെരിയാറുണ്ട്, യമുനയുണ്ട്, കാവേരിയുണ്ട്, മഹാനദിയുണ്ട്. ആൻസർ ഏതാണ്? യമുനയാണ് ആൻസർ. യമുനയാണ് ആൻസർ. ഒഴുകാത്ത നദി ഏതാണ്? യമുനയാണ് ആൻസർ. യമുനയാണ് ആൻസർ. യമുന. ഇന്ത്യ റിപ്പബ്ലിക്കായത് എന്ന്. ഇന്ത്യ റിപ്പബ്ലിക്കായത് എന്ന് അറിയാമല്ലോ ആൻസർ അല്ലേ. എന്നാണ് 50 ജനുവരി 26. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? സമ്പദ് വ്യവസ്ഥ ഏതായിരുന്നു ഇന്ത്യയുടെ? സമ്പദ് വ്യവസ്ഥ ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. അടുത്തത്, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എന്താണ്? ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഇല്ലേ, കവരത്തി. ആ സിനിമ കണ്ട എല്ലാവരും എഴുതിപ്പോവും, കവരത്തി. നെക്സ്റ്റ് വൺ, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഉരുക്കു മനുഷ്യൻ. ഉരുക്കു മനുഷ്യൻ. ഉരുക്കെന്ന് ചോദിക്കുമ്പോൾ ആരെഴുതണം? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. ഉരുക്കു മനുഷ്യൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അവിടെ ഉരുക്കുണ്ട്, സർദാറിലൊക്കെ ഉരുക്കുണ്ട് കേട്ടോ, രായുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി, കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏതാണ്? തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏതാണ്? കായൽ, അഴിമുഖങ്ങൾ, ഡെൽറ്റ, കടൽ. ഇതിലേതാണ് ആൻസർ? ആൻസർ ഡെൽറ്റയാണ്. കേരളത്തിൻ്റെ ഭൂരൂപങ്ങളിൽ കാണപ്പെടാത്ത, തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏതാണ്? ഡെൽറ്റയാണ്. കാണാത്ത സാധനം അല്ലേ, ഡെൽറ്റയാണ് കാണാത്തത്. അഴിമുഖങ്ങളും കടലും കായലുമൊക്കെ കേരളത്തിൻ്റെ തനതായ രീതിയിലുള്ളതാണ്. ബട്ട് എവിടെ നിന്നില്ല? ഡെൽറ്റയാണ് കാണാത്തത്. ഇനി, നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം എന്താണ്? നിരത്തിലൂടെയുള്ള അല്ലേ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം ഏതാണ്? ഏത് സമരമാണ്? നിരത്തെന്ന് ചോദിക്കുമ്പോൾ ഏത് സമരമാണ് പറയേണ്ടത്? സമരം വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം അല്ലേ, വൈക്കം സത്യാഗ്രഹം. നെക്സ്റ്റ് വൺ, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഏതാണോ നോക്കാം. മേൽമുണ്ട് കലാപം, SNDP, സർവമത സമ്മേളനം, അരുവിപ്പുറം പ്രതിഷ്ഠ അല്ലേ. ഏതായിരുന്നു ആൻസർ? അറിയാം, മേൽമുണ്ട്
കലാപം. ഏതാണ്? മേൽമുണ്ട് കലാപം. മേൽമുണ്ട് കലാപമാണ്. അടുത്തത്, വിവരാവകാശ നിയമം സംബന്ധിച്ച് തെറ്റായ കാര്യം എന്താണ്? വിവരാവകാശ നിയമം സംബന്ധിച്ച് തെറ്റായ കാര്യം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. 2005 നിലവിൽ വന്നു. 10 രൂപ കോർട്ട് ഫീ സ്റ്റാമ്പാണ്. 30 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം. ഇവയൊന്നുമല്ല. ഏതാണ് ആൻസർ വരുന്നത്? ഇവയൊന്നുമല്ല അല്ലേ? തെറ്റായ കാര്യം. ബാക്കിയൊക്കെ ശരിയാണ്. ഇനി അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ആൻസർ എന്താണ്? ജോർജ് വാഷിങ്ടൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിങ്ടൺ. ഫസ്റ്റ് പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. അമേരിക്കൻ ഐക്യനാട് ജോർജ് വാഷിങ്ടൺ ഫസ്റ്റ് പ്രസിഡന്റ്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഫ്രഞ്ച് വിപ്ലവം 1789 ഫ്രഞ്ച് വിപ്ലവം 1789 1789 ഫ്രഞ്ച് വിപ്ലവം. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര്. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേരെന്താണ്? ഗസ്റ്റപ്പോ അല്ലേ? അവിടെ ടായുണ്ട്. ഗസ്റ്റപ്പോ. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ പേര് ഗസ്റ്റപ്പോ ആണ്. ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര്. ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേരെന്താണ്? ദിവസങ്ങളെ പറയുന്ന പേര് എന്താണ്? വിഷുവം എന്നാണ് പറയുക. ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേരാണ് വിഷുവം. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേരാണ് വിഷുവം. രാത്രിയും പകലും തുല്യമാണ്. 2 അർദ്ധഗോളങ്ങളിലുമാണ് എന്താണ്? രാത്രിയും പകലും തുല്യമായി വരുന്നത്. നെക്സ്റ്റ് നോക്കാം. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏതാണ്? അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏതാണ്? ആൻസർ എന്താ പറയുക? ആൻസർ മില്ലി ബാർ അല്ലേ? മില്ലി ബാറിലാണ് അളക്കുക. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഏകകമാണ് ചോദിച്ചേക്കുന്നത് മില്ലി ബാർ. ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശികവാദം ഏതാണ്? ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശികവാദം ഏതാണ്? ഫൊന്നുണ്ട്, മാംഗോ ഷവറുണ്ട്, കാൽ ബൈശാഖിയുണ്ട്, ലൂ ഉണ്ട് അല്ലേ? ഇതിൽ ഏതാണ്? ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത എന്താണ്? ഫൊന്നാണ് അല്ലേ? ഫൊൻ. മുന്തിരിക്കുലകൾ പഴുക്കുമ്പോഴൊക്കെ ഓർക്കാം. നെക്സ്റ്റ് വൺ, 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതാണ്? 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതാണ്? ഏജൻസിയാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? ICDS അല്ലേ? ICDS ആണ് ഏജൻസി അല്ലേ? 6 വയസ്സുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതാണ് എന്ത്? സമഗ്ര വികസനം. അവർക്ക് ഫുഡ് സപ്ലൈ കൊടുക്കുകയൊക്കെയാണ് ഉദ്ദേശം. ഏജൻസിയാണത് ICDS എന്ന് പറയുന്നത്. ഇനി GST നിലവിൽ വന്നത് എന്നാണ്? GST എന്നാണ് വന്നത്? 2017 ജൂലൈ 1. ജൂലൈ 1 2017 ജൂലൈ 1 GST വന്നത്. 17 ജൂലൈ 1 GST. എസിൻ്റെ 17 7 എസിൻ്റെ 7 17. ജൂലൈ G എടുക്കാം 1 അല്ലേ? ടി എഴുതുന്ന 1 പോലാണ്. അതിൽ നിന്ന് ഒപ്പിക്കണം. 17 ജൂലൈ 1 മറന്നു പോയാൽ അതിൽ നിന്ന് ഒപ്പിച്ചെടുക്കണം. 17 ജൂലൈ 1 അതിപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏതാണ്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏത്? വൈശാലി, കപിലവസ്തു, മോഹൻജൊദാരോ, കിളിമഞ്ചാരോ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏതാണത്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ നഗരം ഏതാണ്? ആൻസർ ചോദിച്ചാൽ മോഹൻജൊദാരോ ആണ്. ആൻസർ മോഹൻജൊദാരോ ആണ് ആൻസർ. മോഹൻജൊദാരോ. നെക്സ്റ്റ് വൺ, ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പാളി ഏതാണ്? ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പാളി ഏതാണ്? ഏത് പാളി? അകക്കാമ്പ്, പുറക്കാമ്പ്, മാൻറ്റിൽ, ഭൂവൽക്കം. പുറമേ കാണുന്ന പാളി ഏതാണ്? ഭൂവൽക്കം. ഏതാണ്? ഭൂവൽക്കമാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേ അല്ലേ? ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്നതാണ് എൻ്റെ ഭൂവൽക്കം അല്ലേ? പുറമേ കാണുന്ന പാളി ഭൂവൽക്കം. ഏറ്റവും പുറമേ കാണുന്ന പാളി ഭൂവൽക്കമാണ്. നെക്സ്റ്റ്, നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുതചാലകവും അല്ലാത്ത വസ്തു ഏതാണ്? താപചാലകമാണ്, വൈദ്യുതചാലകം അല്ലാത്ത വസ്തു ഏതാണ്? സിലിക്കയുണ്ട്, മെർക്കുറി, സിൽവറുണ്ട്, മൈക്കയുണ്ട്. ആൻസർ എന്താണ് വരുന്നത്? ആൻസർ മൈക്കയാണ്. താപചാലകം ആണ്, ബട്ട് എന്തല്ല? വൈദ്യുതചാലകം അല്ല. നെക്സ്റ്റ്, കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏത് പേരിലറിയപ്പെടുന്നു? കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രൊഡ്യൂസർ ഗ്യാസ്.
കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് അറിയപ്പെടുന്നു. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത്. മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എന്താണ്? 5.6 ആണ്. മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം 5.6 ആണ്. മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എന്താണ്? 5.6 ആണ്. 5.6 ആണ്. നെക്സ്റ്റ് വൺ, ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു. താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? അമോണിയ ഉണ്ട്, കാൽസ്യം ഫോസ്ഫേറ്റ് ഉണ്ട്, സോഡിയം ബൈകാർബണേറ്റ് ഉണ്ട്, കാൽസ്യം ബൈകാർബണേറ്റ് ഉണ്ട്. ആൻസർ ഏത് വരുന്നു? കാൽസ്യം ബൈകാർബണേറ്റ്. കാൽസ്യം ബൈകാർബണേറ്റ് ആണ് സോഡിയം. ഇത് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? കാൽസ്യം ബൈകാർബണേറ്റ്. കാൽസ്യം ബൈകാർബണേറ്റ് CO3 HCO3. കാൽസ്യം ബൈകാർബണേറ്റ്. നെക്സ്റ്റ്, ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. എൻഡോസ്കോപ്പി, സ്പെക്ട്രോസ്കോപ്പി, അൾട്രാസൗണ്ട് സ്കാൻ, എക്സ്റേ എവിടെയാണ് ഉപയോഗിക്കുക? ഗ്രീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ നമുക്ക് പഠിക്കാൻ ഇപ്പോഴും സിലബസിലുണ്ട്. നോക്കണം. താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം ഏതാണ്? മെർക്കുറി, ഗ്രാഫൈറ്റ്, എബണൈറ്റ്, സിൽവർ. താപചാലകം ഏതാണ്? എപ്പോഴും ഏതാണ് താപചാലകം എന്ന് പറഞ്ഞാൽ സിൽവറാണ് ഏറ്റവും നല്ല താപചാലകം. സിൽവറാണ് ഏറ്റവും നല്ല താപചാലകം. നെക്സ്റ്റ് വൺ, AC-യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം എന്താണ്? AC-യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഏത് ഉപകരണമാണ് AC-യെ DC ആക്കി മാറ്റുന്നത്? ഏതാണ്? റെക്ടിഫയർ ആണ് AC-യെ DC ആക്കി മാറ്റുന്നത്. മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം ഏതാണ്? ഇരുമ്പ്, സിൽവർ, സ്വർണം, കോപ്പർ. ആൻസർ ഏതാണ്? ഇരുമ്പാണ് ആൻസർ. ഇരുമ്പ്. മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം ഏതാണ്? ഇരുമ്പാണ്. നെക്സ്റ്റ് വൺ, സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം എന്താണ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉൾപ്രേരകം അല്ലേ? സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? ആൻസർ വനേഡിയം പെൻറ്റോക്സൈഡ്. വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് ആൻസർ. വനേഡിയം ആണ് V2. വനേഡിയം പെൻറ്റോക്സൈഡ്. ഇനി മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ബാറുണ്ട്, ടോറുണ്ട്, പാസ്കലുണ്ട്, വെബർ. ഏതാണത്? നമുക്കൊരെണ്ണം വ്യക്തമായി അറിയില്ലേ? വെബർ എന്താ? കാന്തമാണ് വെബർ. നെക്സ്റ്റ് നോക്കാം. ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്താണ്? ഹീമോഫീലിയ ദിനം, ലോക മലേറിയ ദിനം, ലോക ക്ഷയരോഗ ദിനം, ലോക പോളിയോ ദിനം. ആൻസർ ഏതാണ് വരുന്നത്? ലോക ക്ഷയരോഗ ദിനമാണെന്ത്? മാർച്ച് 24 അല്ലേ? ലോക ക്ഷയരോഗ ദിനമാണ് മാർച്ച് 24. നോക്കി വെച്ചേക്കാം. ലോക ക്ഷയരോഗ ദിനമാണെന്ത്? മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനമാണ് മാർച്ച് 24. നെക്സ്റ്റ് വൺ, ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 78, 76, 75, 73. ഇരവികുളം പാർക്കിനെ ഫസ്റ്റാന്ന് ഓർക്കുക. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഏത് വർഷമാണ്? 78 ആൻസർ. 78 ആൻസർ. 78 ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഏതാണ്? 78. ഇനി രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? ആൻസർ സർപ്പഗന്ധി. റിസർപ്പിൻ എന്താണ്? സർപ്പഗന്ധി. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ലക്നൗ, ഡൽഹി, പൂനെ, കൊൽക്കത്ത. ആൻസർ പൂനെ അല്ലേ? നമുക്കറിയാം, കോവിഡ് സമയത്തൊക്കെ വന്നിട്ടുള്ളതാണ് പൂനെ. നാഷണൽ വൈറോളജി പൂനെ. ഇനി മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? അറകളുടെ എണ്ണം 2 അല്ലേ?
ഞാൻ കാണിച്ചിട്ടുള്ള ഇങ്ങനെ മീൻ്റെ മുള്ള 2 ഭാഗത്തേക്കും. നെക്സ്റ്റ്, ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം. ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏതാണ്? ആൻസർ ഏതാണ് വരുന്നത്? അനാഫേസ്. അനാഫേസ് ആണ് ഘട്ടം. അനാഫേസിലാണ് മെറ്റാഫേസ് കഴിഞ്ഞുള്ള അടുത്ത ഫേസ്. അനാഫേസിൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വലിഞ്ഞു പോകുന്നല്ലേ. ഇങ്ങനെ വരുമ്പോൾ ക്രോമസോം ഒന്ന് വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. ഇത് കോശമാണെങ്കിൽ ഇത് ക്രോമസോംസ് ആണ്, ഇതും ക്രോമസോംസ് ആണ്. മെറ്റാഫേസ് ആകുമ്പോൾ നടുക്ക് ഇങ്ങനെ കിടക്കും. അനാഫേസ് ആകുമ്പോൾ ഇത് അങ്ങോട്ട് വലിഞ്ഞിങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടേക്ക് രൂപം കൊള്ളും. അങ്ങനെ 2 ക്രോമസോംസ് ആയിട്ട് വീണ്ടും മാറും. അതാണത്. നെക്സ്റ്റ് വൺ, അനാഫേസിലാണ് പുത്രിക ക്രോമസോമുകൾ അല്ലേ, കോശം വിഭജിച്ച് 2ആയിട്ട് മാറും. പുത്രിക ക്രോമസോമുകൾ മാറുന്നു. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ പടവലത്തിൻ്റെ സങ്കരീനം ഏതാണ്? കൗമുദി. DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം ഇതിലേതാണ്? വില്ലൻ ചുമ, ടെറ്റനസ്, ഡിഫ്തീരിയ, ഇൻഫ്ലുവൻസ. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഇൻഫ്ലുവൻസ. നെക്സ്റ്റ് വൺ, കീമോതെറാപ്പിയുടെ പിതാവ്. പോൾ ബെർഗ്, പോൾ എർലിക്, ഡോക്ടർ ഇസ്മാർക്ക്, EJ ബട്ട്ലർ. കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ്? ആൻസർ പോൾ എർലിക്കാണ് ആൻസർ. പോൾ എർലിക്കാണ് കീമോതെറാപ്പിയുടെ പിതാവ്. പോൾ എർലിക്കാണ്. ജീവകം ഇയുടെ രാസനാമം അറിയാം. ആൻസർ ടോക്കോഫിറോൾ. ജീവകം ഇയുടെ രാസനാമം ടോക്കോഫിറോൾ. നെക്സ്റ്റ് വൺ, ക്ലോക്കിൽ 1 മണിക്ക് 1 പ്രാവശ്യം മണിയടിക്കും, 2 മണിക്ക് 2 പ്രാവശ്യം മണിയടിക്കും, 3 മണിക്ക് 3 തവണ എന്ന രീതിയിൽ തുടരുമെങ്കിൽ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 156. 62 × 10⁻² + 1² സംഖ്യയുടെ അക്കങ്ങളുടെ തുക എത്രയാണ്? ആൻസർ എ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ √2, √6, √8 ആകുന്നു. അതിൻ്റെ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. n+2² - n × n+1 = 15. n എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണ്? പഞ്ചഭുജം. 3/99 3 മടങ്ങ് എത്രയാണ്? 3/100. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ 4, 8 എങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ് ഓപ്ഷൻ ബി ആണ് 20 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ്, 68ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 69ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. 70യുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 71ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 72ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 73യുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 74ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 75ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 76ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 77 ആൻസർ ഓപ്ഷൻ സി. 78ൻ്റെ ആൻസർ ഓപ്ഷൻ എ. കണക്കറിയാവുന്നവർക്ക് നന്നായി ചെയ്ത് നോക്കുക. 80 ആൻസർ. അപ്പോൾ നമുക്ക് കിട്ടാൻ മാത്സിൻ്റെ യൂട്യൂബ് ക്ലാസ് തന്നെ സെപ്പറേറ്റ് വേറെയുണ്ട്. ഞാൻ കാണുന്നത് മറ്റേ ഇതായിരുന്നു പണ്ട് കണ്ടുകൊണ്ടിരുന്നത്. പണ്ട് ഞാൻ ക്ലാസ് കാണുമാറുണ്ട്. എനിക്ക് കണക്കല്ല എൻ്റെ മെയിൻ. സോ ഞാൻ കാണാറുണ്ടായിരുന്നു. നമ്മുടെ അണ്ണക്കടമ്പി ഒരു സാറുണ്ടായിരുന്നു, ഒരു ഹിഷ്യൂ മാത്തിൻ്റെ ഒരു സാറ്. എനിക്ക് ആ സാറിനെ പേഴ്സണലി ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ലതായിരുന്നു. ആ സാറിൻ്റെ ക്ലാസ് യൂസ് ചെയ്യുമായിരുന്നു. നെക്സ്റ്റ് 80യുടെ ക്ലാസ് എന്ന് പറയുന്നത് 80യുടെ ആൻസർ പറയുന്നത് സി ആണ്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വരുന്നത് നോക്കാം. ഇതാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ വികാസത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏതാണ്? വികാസത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത്. വികാസമാണ് ചോദിച്ചേക്കുന്നത്. പാരമ്പര്യ പരിസ്ഥിതി ഘടകങ്ങളുടെ ആകെത്തുകയാണ് വികാസം. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങളിൽ വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. വ്യക്തികളിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം. വികാസം ചില ക്രമങ്ങൾ പാലിക്കുന്നു. ഏതാണ് ആൻസർ? നോക്കാം. വ്യക്തിയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം. ഉൾപ്പെടാത്തത് എന്താണ്?
വ്യക്തിയിലുണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം. അതാണ് ഉൾപ്പെടാത്ത കാര്യം. ബാക്കി പാരമ്പര്യ പരിസ്ഥിതി ഘടകങ്ങളുടെ തുകയാണ് വികാസം അല്ലേ. പാരമ്പര്യം പരിസ്ഥിതി പറയുമ്പോൾ നമ്മുടെ ജന്മനാ ഉള്ളതും അല്ല തുടർച്ചയായി കിട്ടുന്ന കാര്യങ്ങളും ചുറ്റുപാടും കൂടെ ചേരുന്നതാണ് വികാസം എന്ന് പറയും അല്ലേ. പല ഭാഗങ്ങളിൽ പല രീതിയിൽ നടക്കുന്നുണ്ട് വികാസം, ചില ക്രമങ്ങൾ പാലിക്കുന്നുണ്ട് വികാസത്തിന് അല്ലേ. നെക്സ്റ്റ്, പ്രക്ഷേപണ തന്ത്രങ്ങളിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉൾപ്പെടാത്തത് ഏതാണ്? പ്രക്ഷേപണ തന്ത്രങ്ങളിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉൾപ്പെടാത്തത് ഏതാണ്? റോഷോ മഷിയോ പരീക്ഷണം, റോഷാക്റ്റിൻ ബ്ലോ ടെസ്റ്റ്, സാമൂഹ്യ ബന്ധ പരിശോധനകൾ, തീമാറ്റിക് അർപ്പൽസേഷൻ ടെസ്റ്റ്, പദസാഹചര്യത്വ പരീക്ഷ അല്ലേ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇതിലേതാണ് പ്രക്ഷേപണ തന്ത്രങ്ങളിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്ത ടെസ്റ്റ് ഏതാണ്? ആൻസർ ബി ആണ്, സാമൂഹിക ബന്ധ പരിശോധനകൾ. ഒരു പക്ഷേ ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്തതിന് ശേഷമല്ല അതിൻ്റെ നല്ലവണ്ണം ഇത് തിയറി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വേണം എഴുതാൻ ആൻസർ കിട്ടുകയുള്ളൂ. ഇങ്ങനെയൊരു അതിലേക്ക് എന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയം വേണം താനും. പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? സാമൂഹിക ബന്ധ പരിശോധനകൾ. വായനാ പരിശീലനത്തിനായി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി ഏതാണ്? വായനാ പരിശീലനത്തിനായി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വൈഗോട്സ്കിയാണ് ചോദിച്ചേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി ഏതാണ്? ആശയദാന മാതൃക, പ്രതിക്രിയാധ്യാപനം, സ്കിമ്മിങ്. ഇതിലേതാണ് വൈഗോട്സ്കിയുടെ ആശയങ്ങൾ? വായനാ പരിശീലനത്തിൽ വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ആവിഷ്കരിച്ചേക്കുന്നത്? വായനാ പരിശീലനം വൈഗോട്സ്കിയുടെ ആശയമായി എന്ത് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും? ഏതാണ്? ഓപ്ഷൻ സി ആണ്, പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. പ്രതിക്രിയാധ്യാപനമാണ് വായനാ പരിശീലനത്തിനായി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി. വായനാ പരിശീലനത്തിനായി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി എന്താണ്? പ്രതിക്രിയാധ്യാപനം എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്. ഇനിയുള്ളത് ജെ പി ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം കണ്ടന്റ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ശ്രദ്ധിക്കുക, അവിടെ ഉൾപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. ജെ പി ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ കണ്ടന്റ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്ത ഏതാണ്? പരിണിത രൂപങ്ങൾ, കാഴ്ച, അർത്ഥപരം, പ്രതീകങ്ങൾ. ഇതിലേതാണ് ഉൾപ്പെടാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? പരിണിത രൂപങ്ങൾ അല്ലേ. ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഉൾപ്പെടാത്തത്. ജെ പിക്ക് ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഉൾപ്പെടാത്തത്. ബാക്കി കാഴ്ചയും അർത്ഥപരം പ്രതീകങ്ങളും ഒക്കെ ആർക്കുണ്ട്? ജെ പി ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ കണ്ടൻസിനെ വിഭാഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, നിർദ്ദേശരഹിത കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് സമീപനത്തിൻ്റെ പ്രയോക്താവ് ആരാണ്? നിർദ്ദേശരഹിത കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ്, നിർദ്ദേശരഹിത കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് സമീപനത്തിൻ്റെ പ്രയോക്താവ് സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ റോജേഴ്സ്, E.G. വില്യംസൺ, P.F. സ്കിന്നർ. ഡയറക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആൻസർ ഏതാണ്? കാൾ റോജേഴ്സ് അല്ലേ. കാൾ റോജേഴ്സ് ആണ് നിർദ്ദേശരഹിത കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്, നിർദ്ദേശരഹിത കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്. ഇനിയുള്ളത് താഴെ പറയുന്നവയിൽ സമൂഹജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിൻബലം ഇല്ലാത്ത പഠനരീതി ഏതാണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. താഴെ പറയുന്നവയിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പിൻബലമില്ലാത്ത പഠനരീതി ഏതാണ്? സംഘപഠനം, സഹവർത്തിത പഠനം, ആവർത്തിച്ചുരുവിട്ട് പഠിക്കൽ, സംവാദാത്മക പഠനം. ഇതിലേതിലാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിൻബലം ഇല്ലാതെ വരുന്ന സാധനം ഏതാണ്? ആൻസർ ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കല്ലേ. ഇപ്പോൾ സാമൂഹ്യജ്ഞാനം ആർക്കൊക്കെ വേണമായിരുന്നു? സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം, സംഘപഠനം, സഹവർത്തിത പഠനം, സംവാദാത്മക പഠനം വേണം അല്ലേ. വേണ്ടാത്തത് ആവർത്തിച്ചുരുവിട്ട് പഠിക്കലിന് വേണ്ടാത്തത്. ഇനി പിയാഷയുടെ വൈജ്ഞാനിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ച് സചേതന ചിന്ത, അനിമിസം, കേന്ദ്രീകരണം, സെൻട്രേഷൻ എന്നിവ ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിൻ്റെ സവിശേഷതകളാണ്? പിയാഷെയാണ് വൈജ്ഞാനിക വികാസഘട്ട സിദ്ധാന്തം ഓർക്കുക, വൈജ്ഞാനിക കോഗ്നിറ്റീവ് ഓർക്കുക.
അല്ലേ? ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, അല്ലേ? നമുക്കിത് അറിയാം. സെൻസറി മോട്ടോർ സ്റ്റേജ് നമുക്ക് മനസ്സിലാകും, അല്ലേ? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് മനസ്സിലാകും, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് മനസ്സിലാകും, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജും മനസ്സിലാകും. പക്ഷെ എന്തുകൂടി അറിഞ്ഞിരിക്കണം? മലയാളം കൂടി അറിയണം, അല്ലേ? അപ്പോൾ നോക്കാം. പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ടം സിദ്ധാന്തം അനുസരിച്ചിട്ട് സചേതന ചിന്ത, അനിമിസം, കേന്ദ്രീകരണം എന്നിവ ഏത് വൈജ്ഞാനികത്തിലാണ് വരിക? ഏത് വൈജ്ഞാനിക ഘട്ടത്തിലാണ് വരിക എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? ആൻസർ എന്താണ്? പ്രാഗ് മനോവ്യാപാര ഘട്ടം. പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ് എന്ത് വരിക? ഈ സചേതന ചിന്തയും കേന്ദ്രീകരണവും വരിക. സചേതന ചിന്തയും കേന്ദ്രീകരണവും സെൻട്രലേഷൻ വരുന്നപ്പോഴാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രാഗ് മനോവ്യാപാര ഘട്ടം, സചേതന ചിന്തകളും കേന്ദ്രീകരണവും ഒക്കെ അവിടെയാണ് വരിക. ആരുടെ അനുസരിച്ചാണ്? പിയാഷെ അനുസരിച്ച്. പിയാഷെ അനുസരിച്ചിട്ട് പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ചിട്ട് സചേതന ചിന്തയും കേന്ദ്രീകരണവും ഇവിടെ വരുന്നു. പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്ന വികസന ഘട്ടത്തിൽ വരുന്നുണ്ട്. ഇനി ഉത്ഗതിത സമീപനത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്, മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൻ്റെ മനഃശാസ്ത്ര ചിന്താധാരയെ, മനഃശാസ്ത്ര അടിത്തറ ചിന്താധാര എന്താണ്, അല്ലേ? ഉത്ഗതിത എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൻ്റെ ഏതൊക്കെ വരാം? ഘടനാവാദം, മാനവികതാവാദം, വ്യവഹാരവാദം, സമഗ്രതാവാദം. നമുക്ക് ഈ വാദങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് അറിയായിരിക്കും, അല്ലേ? ചോദ്യം വരുമ്പോൾ ഉത്ഗതിത സമീപനത്തിൻ്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏതാണ്? ഏത് ചിന്താധാര ആണ് വരിക? ആൻസർ സമഗ്രതാവാദമാണ് കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൻ്റെ അടിത്തറ എന്താണ്? സമഗ്രതാവാദം. ജസ്റ്റാൾട്ടിസം പറഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അത് കാണുമ്പോൾ ഓർമ്മ വരും, അല്ലേ? ജസ്റ്റാൾട്ടിസം ഓർമ്മ വരും. സമഗ്രതാവാദം, ജസ്റ്റാൾട്ടിസം. നെക്സ്റ്റ്, ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രോ കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസഘട്ടത്തിലാണ്? ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രോ കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസഘട്ടത്തിലാണ് സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രകടിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഫാലിക് സ്റ്റേജ്. സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന ചിന്താ പ്രക്രിയ ഏതാണ്? ആൻസർ വിവർജിത ചിന്തനം, ഡൈവേർജൻറ്റ് ചിന്തനം, അല്ലേ? തിങ്കിങ് ആണ്, ഡൈവേർജൻ്റ് ആണ്. ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാനം ഡൈവേർജൻ്റ്, അല്ലേ? കൺവേർജൻ്റ് ഇവിടുന്ന് ഡൈവേർജൻ്റ് ഇങ്ങനെ പോകുന്നത്, ഡൈവേർജ് ചെയ്ത് പോകുന്നതല്ലേ, അല്ലേ? കൺവേർജ് ഇങ്ങോട്ട് വരുന്നതല്ല. സോ അപ്പോൾ എന്താണ്? എല്ലാ ചിന്തകളും കൂടി നമുക്ക് എവിടെ എല്ലായിടത്തോളം ചിന്തകൾ പോകണം. അതാണ് വിവർജിത ചിന്തനം, അല്ലേ? വിവർജിതം. സർഗാത്മകത, സർഗാത്മകത മീൻസ് ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാനം വിവർജിത ചിന്തനം. നെക്സ്റ്റ് വരുന്നത് സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠനരീതിയാണ്? സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠനരീതിയാണ്? ആൻസർ എന്ത് പറയാം? കേസ് സ്റ്റഡി, സോഷ്യൽ മൈക്രോസ്കോപ്പ്, അല്ലേ? ഒരാളെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ആധികാരികമായി ഒരുപാട് അറിയണം, അതാണ് കേസ് സ്റ്റഡി. ഇനി ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് ആരെയാണ്? ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ റോബർട്ട് ഹാവിഗസ്റ്റ്. ഡെവലപ്മെൻ്റൽ ടാസ്ക് റോബർട്ട് ഹാവിഗസ്റ്റ്. പ്രശ്ന പരിഹരണ രീതിയുടെ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ഘട്ടങ്ങളുടെ ശരിയായ ക്രമീകരണം ഏതാണ്? പ്രശ്ന പരിഹരണ രീതിയുടെ പ്രോബ്ലം സോൾവിംഗ് ഘട്ടങ്ങളുടെ ശരിയായ ക്രമീകരണം ഏതാണ്? ആൻസർ ഇവിടെ എന്താണ്? ഓപ്ഷൻ ബി ആണ്, 1, 4, 2, 3, അല്ലേ? ഇതിന് ആദ്യം ഒന്ന് പ്രശ്ന പഠനം ഏറ്റെടുക്കൽ, ദെൻ പരികൽപ്പന ചെയ്യൽ, പിന്നെ ദത്തങ്ങൾ കളക്ഷൻ ഓഫ് ഡേറ്റാസ്, നിഗമനങ്ങൾ രൂപീകരിക്കൽ. B.Ed ക്ലാസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അതിന് പോകുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന ഡേറ്റ കളക്ഷൻ ഇതുപോലൊരു പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ്, അല്ലേ? അത് നമ്മളെല്ലാം പ്രശ്നം എടുക്കുന്നു, പിന്നെന്താ ചെയ്യുക? നമ്മളൊരു അസ്യൂം ചെയ്യും, എന്തെങ്കിലും ഒരു സാധനം അസ്യൂം ചെയ്ത് ഹൈപ്പോത്തസിസ് ആക്കി വയ്ക്കും. അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ അതിങ്ങനെ ആയിരിക്കും, പ്രശ്നം കാണുമ്പോൾ ഇതിങ്ങനെയൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വന്ന് നമ്മളൊന്ന് അസ്യൂം ചെയ്യും, ഹൈപ്പോത്തസിസ് ആക്കി എടുക്കും.
പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് ഓരോ ഡേറ്റാസ് ഓരോന്ന് കളക്ട് ചെയ്യും. എന്തൊക്കെയാണ് ഉള്ളത്, ഇവിടെ എന്തൊക്കെയുണ്ട്, അവിടെ എന്ത് കണ്ടു, അവിടെ എന്ത് കണ്ടു, ഒബ്സർവേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റാസ് കളക്ട് ചെയ്യും ഇല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നിഗമനത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ, പിന്നെ ഡേറ്റാസ് കളക്ട് ചെയ്യും. രണ്ടും കൂടെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിഗമനത്തിലേക്ക് എത്താൻ പറ്റും. പ്രശ്നം പഠനം ആദ്യം പ്രശ്നം എന്താണ് നമ്മൾ പഠിക്കുന്നു, പിന്നെ നമ്മളൊരു എന്താണ് പറയുക, പരീക്ഷ ഹൈപ്പോത്തിസിസ് അസ്യൂം ചെയ്യുക. നമ്മൾ അതിനെക്കുറിച്ചൊരു അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു അസ്യൂം ചെയ്ത് ഹൈപ്പോത്തിസിസ് ആക്കി വെക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റാസ് ദത്തങ്ങൾ കളക്ട് ചെയ്യുന്നു, ദെൻ നിഗമനങ്ങളിലേക്ക് എത്തുന്നു. നെക്സ്റ്റ് വൺ, അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏതാണ്? അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏതാണ്? ആൻസർ ഇതാണ്, സുരക്ഷിതത്വമാണ്. ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയ ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? നോക്കാം. സമപരാജയ സിദ്ധാന്തം, പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം, സമഗ്രതാ സിദ്ധാന്തം, അനുബന്ധ സിദ്ധാന്തം. ആൻസർ ഏതാണ്? ആൻസർ ഏത് വരുന്നു? രണ്ട് ചിത്രവും ഉണ്ട്, അതും അല്ലേ, അതിൻ്റെ എഴുതിയതും ഉണ്ട്. ഏത് വരുന്നു? അനുബന്ധന സിദ്ധാന്തം. അനുബന്ധന കണ്ടീഷനിങ്, അനുബന്ധന സിദ്ധാന്തം. നെക്സ്റ്റ്, വൈകാരിക മാനം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? വൈകാരിക മാനം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ. ഡാനിയൽ ഗോൾമാൻ. ഇമോഷണൽ ക്വോഷ്യന്റ് ഡാനിയൽ ഗോൾമാൻ. കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്, രണ്ടും വ്യത്യസ്തമായ വികാസഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാഷാ വികസനം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടേതാണ്? ആൻസർ എന്താണ്? വൈഗോട്സ്കി. അടുത്തത്, തൻ്റെ താല്പര്യത്തിന് അനുസരണമായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി കോൾബർഗിൻ്റെ സന്മാർഗീയ വികസന സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുക? ആൻസർ എന്താ വരിക? പ്രായോഗിക ആപേക്ഷികത്വം, ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റ് ഓറിയൻറ്റേഷൻ. പ്രായോഗിക ആപേക്ഷികത്വം ആരാണത്? വ്യക്തി കോൾബർഗിൻ്റെ ആണ്. നെക്സ്റ്റ്, ആദ്യകാല ഡെവലപ്മെൻറ്റൽ ടാസ്കുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ വിസർജന പ്രക്രിയകളെ നിയന്ത്രിക്കുക. ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്റ്റീഫൻ എം കോറി. സോ കഴിഞ്ഞു. Thank you for watching and see you again with the next question paper. Thank you, and subscribing also. Thank you, please.